ലീഗിന്റെ രാഷ്ട്രീയ പ്രവർത്തനം തുടരാനുള്ള അർഹതയുണ്ടോ എന്ന് സ്വയം ചിന്തിക്കണമെന്ന് യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി.കെ. ഫിറോസ് ദുരന്തബാധിതരെ ആക്ഷേപിക്കുകയാണ് ജലീൽ ചെയ്തത്. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും വാക്ക് പാലിക്കുന്നവരാണ് തങ്ങളെന്നും പി.കെ. ഫിറോസ് മുസ്ലിം ലീഗ് കൈമാറിയ വീടുകൾ സന്ദർശിച്ച ശേഷമായിരുന്നു പ്രതികരണം. കാൽദാസിൻ ദേവത്വം തയ്യാറാക്കിയ റിപ്പോർട്ട്. മുസ്ലിം ലീഗ് നിർമ്മിച്ച് നൽകിയ വീടുകളിൽ ദുരന്തബാധിതർ താമസം തുടങ്ങിയിരിക്കുകയാണ്. നമ്മളോടൊപ്പം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി.കെ. ഫിറോസ് ഉണ്ട്. ഈ വീടുകൾ കണ്ടിട്ട് എന്ത് തോന്നുന്നു? ജീവിതത്തിൽ ഇത്രയധികം സന്തോഷം അഭിമാനവും തോന്നിയ ഒരു നിമിഷം ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. കാരണം ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്ത് അവർ ആ സന്തോഷത്തിൽ അവർ ആ വീടുകളിൽ താമസമാക്കുന്നത് നേരിട്ട് കാണുമ്പോഴുണ്ടാകുന്ന ഒരു ആത്മനിർവൃതി എന്നൊക്കെ പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട്. ഏറ്റവും പ്രധാനം ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസങ്ങളായി പ്രചരിക്കുന്ന ഒരു പഴയൊരു വാർത്താ സമ്മേളനമുണ്ട്. ഒരു മുൻ മന്ത്രിയുടെ വാർത്താ സമ്മേളനമാണ്. അതായത് മുസ്ലിം ലീഗ് വീട് വെച്ച് കൊടുത്തിട്ട് നിങ്ങൾ താമസിക്കുക എന്നുള്ള ഇതൊന്നും വേണ്ടാന്നുള്ള തരത്തിലൊരു വിമർശനമൊക്കെ തന്നെ. എന്താണ് അതിന്? ഞാൻ ആലോചിക്കുന്ന അയാൾക്കൊക്കെ ഇനി എങ്ങനെയാണ് റോഡിലിറങ്ങി നടക്കാൻ പറ്റുക എന്നുള്ളതാണ്. അത്രയും മോശമായ രീതിയിലുള്ള പരാമർശം നടത്തി. മാത്രമല്ല ഈ ദുരന്തബാധിതരെ പോലും ആക്ഷേപിച്ചിരുന്നില്ല. അദ്ദേഹം പറഞ്ഞത് പള്ളിയും മദ്രസയും കാണിച്ചിട്ടാണ് ഇവർക്ക് വീട് കൊടുക്കുന്നത്, പ്രത്യേക സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് മാത്രമാണ് ഇത് കൊടുക്കുന്നത്. എന്തെല്ലാം ആക്ഷേപങ്ങളാണ്. ഇത്തരം ആളുകൾക്കൊക്കെ രാഷ്ട്രീയ പ്രവർത്തനം നടത്താനുള്ള ഒരു അർഹതയുണ്ടോ എന്നുള്ളത് അയാൾ അത്തരം ആളുകൾ സ്വയം ചിന്തിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം എന്തായാലും ഈ സർക്കാരിന്റെ പദ്ധതി ഒരു ഭാഗത്ത് ടൗൺഷിപ്പ് പുരോഗമിക്കുന്നുണ്ട്. അതിന് മുൻപേ തന്നെ ലീഗിന്റെ വീടുകൾ കൈമാറ്റം ചെയ്തു, അവർ താമസമടക്കം തുടങ്ങി, എല്ലാ സൗകര്യങ്ങളും ഒരുക്കി എന്നുള്ളതാണ്. എങ്ങനെയാണ് ഇതിനെ ഈ ഒരു വൈരുദ്ധ്യത്തെ കാണുന്നത്? ലീഗിന് ഏതാണ്ട് 40 കോടിയിൽ താഴെയാണ് ലീഗിന് പിരിവ് മൂലം ലഭിച്ചത്. നമ്മൾ 105 വീടാണ് കൊടുക്കുന്നത്. സർക്കാരിന് ഏതാണ്ട് 775 കോടി രൂപ സർക്കാരിന് മാത്രം കിട്ടി. പിന്നെ കേന്ദ്ര സർക്കാർ ഫണ്ടും മറ്റു പല ഫണ്ടുകളും ഏതാണ്ട് 1000-ലധികം കോടി രൂപ സർക്കാരിൻ്റെ കയ്യിലുണ്ട്. അവരെത്ര വീടാണ് കൈമാറിയത്? സർക്കാരിന് ഇത്രയധികം സമയവും ഇത്രയധികം പണം ഉണ്ടായിട്ട് ഇത്ര ഗംഭീരമായ വീട് കൊടുക്കാൻ സാധിക്കായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.